പശ്ചിമേഷ്യ വീണ്ടും സംഘർഷ ഭീതിയിലേക്ക് തള്ളിവിട്ട് അമേരിക്ക ഇറാൻ ആക്രമണ പ്രത്യാക്രമണങ്ങൾ. ഹോർമുസ് കടലിടുക്കിനോട് ചേർന്ന ഇറാന്റെ പ്രദേശങ്ങൾ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ആക്രമിച്ചു. വെടിനിർത്തൽ കരാർ ഒപ്പിട്ട് ഒരു ദിവസം തികയും മുമ്പേ ലെബനോനിൽ ഇസ്രയേലും ആക്രമണം നടത്തി. ബഹ്റൈനിലും കുവൈറ്റിലും ഇറാന്റെ തിരിച്ചടി തുടരുകയാണ്. വളരെ പ്രതീക്ഷയോടെ ഒപ്പിട്ട ഉടമ്പടി കാറ്റിൽ പറന്നു. അവിടെ യുദ്ധകാഹളം മുഴങ്ങുന്നു. യുദ്ധം ആരംഭിച്ചു. 2 ആഴ്ച മുമ്പ് ഒപ്പുവെച്ച ഇടക്കാല സമാധാന കരാറിന് ശേഷമുള്ള ഏറ്റവും മോശമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇറാനിൽ അമേരിക്ക വീണ്ടും ആക്രമണം നടത്തിയതായി US സൈന്യം ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഒരു എണ്ണക്കപ്പലിന് നേരെ ആക്രമണം നടന്ന മണിക്കൂറുകൾക്കകമാണ് അമേരിക്കയുടെ ഈ തിരിച്ചടി. 4 മാസം നീണ്ടുനിന്ന ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുണ്ടാക്കിയ ഈ സമാധാന കരാർ, അതിന് മധ്യസ്ഥ വഹിച്ച രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടി സ്ഥാപിച്ചെടുത്ത ഒരു 14 കരാർ അത് ലംഘിച്ചുവെന്ന് 2 രാജ്യങ്ങളും ഇപ്പോൾ പരസ്പരം ആരോപിക്കുകയാണ്. ഇതിനിടെ ഇറാനെതിരെ വളരെ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പുമായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഇനിയും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ആരംഭിച്ച ദൗത്യം സൈനികമായി തന്നെ പൂർത്തിയാക്കുവാൻ ഒരുപക്ഷെ അമേരിക്ക നിർബന്ധിതരാകും. അങ്ങനെ സംഭവിച്ചാൽ ഇറാൻ എന്നൊരു രാജ്യം തന്നെ ഉണ്ടാകില്ല എന്നാണ് അല്പമണിക്കൂറുകൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. ശനിയാഴ്ച പുലർച്ചെ പനാമ പതാക വഹിച്ച എണ്ണക്കപ്പലിന് നേരെ ഇറാൻ ഒരു ഡ്രോൺ ആക്രമണം നടത്തിയതോടുകൂടിയാണ് ഈ പുതിയ ആക്രമണം നടന്നതെന്നാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. അതേസമയം ഈ തെക്കൻ ഇറാനിലെ സിറിക് നഗരത്തിൽ പുലർച്ചെ വലിയ സ്ഫോടനങ്ങൾ കേട്ടതായിട്ട് ഇറാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കപ്പലുകൾക്ക് നേരെ നടന്ന ഈ ആക്രമണത്തെക്കുറിച്ച് ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഈ അനുമതി നൽകാത്ത ഹോർമൂസ് കടലിടുക്കിലെ ചില പാതകളുണ്ട്. അതിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച ചില കപ്പലുകൾക്ക് നേരെയാണ് ഈ ആക്രമണം അല്ലെങ്കിൽ ഈ വെടി ഉതിർത്തതെന്നാണ് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇറാൻ അനുവദിക്കുന്ന സ്ഥലത്തുകൂടെ മാത്രമേ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ പറ്റൂ. അത് ലംഘിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ആക്രമണം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് വരുന്നു. അതായത് ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാന് തന്നെ വേണമെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.